सबसे महत्वपूर्ण पेनल्टी शूटआउट होने जा रहा है। कुछ ही मिनटों में साफ हो जाएगा इस श्रृंखला का विजेता कौन होगा। बड़े ही रोमांचक मुकाबले के बाद इराक और भारत फिर दोबारा आमने सामने। स्ट्राइकर वीपी सत्यन जो कि भारतीय टीम के कप्तान भी हैं और सबसे बेहतरीन डिफेंडर भी कहलाते हैं। This shootout strike will be taken by India's team captain VP Satyam. Out. Such a disaster for India. Very unfortunate for the team, and it would be very difficult for VP Satyam to overcome this. വാർത്തകൾ വിശദമായി. ഫുട്ബോൾ താരം VP സത്യൻ തീവണ്ടി തട്ടി മരിച്ചു. ചെന്നൈയിലെ പല്ലാവരം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:20 സംഭവം. 41 വയസ്സായിരുന്നു. 9 തവണകളായി 88 രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീം സെലക്ടറും കോച്ചുമായിരുന്നു. കളിക്കളത്തിൽ മിന്നൽ പ്രതിരോധം തീർക്കുന്ന ഇന്ത്യയിലെ മികച്ച ഡിഫൻഡറായിരുന്നു സത്യൻ. കണ്ണൂരിലെ ലക്കി സ്റ്റാറിലായിരുന്നു തുടക്കം. കേരള പോലീസ്, മോഹൻ ബഗാൻ, കൽക്കട്ട മുഹമ്മദൻസ്, ഇന്ത്യൻ ബാങ്ക് എന്നീ ടീമുകളുടെ ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യൻ ബാങ്ക് ഫുട്ബോൾ ടീം കോച്ചും ചെന്നൈ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറുമായിരുന്നു സത്യൻ. മാഡം, എന്റെ സത്യേട്ടനെ കൊന്നത് சென்னை பீச் திருமார்பூர் லோக்கல் நடைமேடை 2 இன்னும் சற்று நேரத்தில் வந்து சேரும். യാത്രികൾ ഹലോ ഏതാനും നിമിഷത്തിനുള്ളിൽ കളി ആരംഭിക്കാൻ പോവുകയാണ്. VP സത്യന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ലക്കി സ്റ്റാറും ജിവിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള നീലേശ്വരം സെവൻസും തമ്മിലുള്ള ആ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വരുവിൻ കാണുവിൻ. ഏതാനും നിമിഷത്തിനുള്ളിൽ കളി ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ പോലീസോ പട്ടാളമോ ഒന്നും തന്നെ ഇല്ല. അവരവരുടെ നിയന്ത്രണം അവരവർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. ഏതാനും നിമിഷത്തിനുള്ളിൽ കളി ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ആളിറങ്ങാനുണ്ട്, ഒന്ന് നിർത്തി അങ്ങാതി. ഇവിടെ സ്റ്റോപ്പില്ല, വീടിയെപ്പടി ഇറങ്ങാം. എന്ത് വർത്താനോ പറയണ്? പന്തുകളി കിടക്കെടുത്ത് സ്റ്റോപ്പില്ലെന്നാ. വണ്ടി എടുത്തടാ. പന്തുകളി കണക്കും യുവമാരൊക്കെ ഓണപ്പം. എടാ സത്യ, ഇക്കളി ജയിപ്പിച്ചിട്ട് ഈ പൊക്കോ, ബാക്കി ഇവിടെ പിള്ളേര് നോക്കും. ഉരുളേട്ടാ, സത്യൻ ഇന്ന് ചായ കുടിയുള്ള, അതിനോട് രാത്രി കളിക്ക് അവനെ കിട്ടൂലേ. അപ്പൊ ഇന്നും ചായ കുടി ഉണ്ടോ? നിങ്ങൾക്ക് എത്ര വയസ്സായി? 46.
ചായ കുടിക്കണം വേണം ഒരു യോഗം. നേരടാ ഇന്ന് പാലേരി ഒരു വീട്ടുകാരിയാണ്. വീട്ടുകാരിയൊക്കെ ചായ ഉണ്ടാക്കാൻ അറിയോ? ഇതുണ്ടാക്കിയാലും ചാൻസ് ഇല്ല മോനെ. ഈ കളി തോറ്റാ പിന്നെ നാട്ടു നിർത്തൂലട്ടാ പഹയന്മാര്. ആ സത്തിനെ വെട്ടിച്ച് ഗോളടിക്കാനാ പാട്. ഓൻ ഗ്രൗണ്ടിലുണ്ടെങ്കിലേ ഗോളടിക്കാൻ പ്രയാസ. നന്മണ്ടയിൽ എജാതി കളിയാ കളിച്ചത്. അമ്മാര് ബെറുപ്പിക്കലാണെച്ചാ കുണ്ടന്മാര് മേത്ത് കൈവെക്കൂട്ടോ. ഏതാണ്ട് ഈ പുല്ലുപിടി ഓന്റെ കാര്യം ഞാനേറ്റ്. അവന്ന് വീട്ടിലെത്തൂല, മണ്ണ് വപ്പിക്കും. സൂക്ഷിക്കണം. VP സത്യൻ. ഓനാണ് ഫൗള് കാണിച്ചെങ്കിലും അനക്ക് ചെറുപ്പാട്ടിട്ട് നന്നായി. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എത്താൻ പറ്റും. കാലത്ത് 11 മണിക്ക് വരാൻ പറഞ്ഞതാ. ജോലി പോലീസിലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കളീൻ്റെ പരിപാടിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടാ. മോളെ അനി, അവര് വന്നു. വേഗം സാരി കൊടുത്തു വാ. ഓ വന്നോ? ഈ നുക്കർ നേരും കാലും ഇല്ലേ? ഇങ്ങനെ തോന്നുന്ന സമയത്താണോ കേറി വരിക? അനി നല്ല ചെത്ത് ചെക്കൻ. അയ്യേ, ഇയാളോ? സത്യം പറ, നിനക്കുള്ള നേരത്തെ അറിയോ? എവിടെങ്കിലും വെച്ച് വായി നോക്കിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. കളിക്കാൻ പോയിട്ട് കയ്യും കാലും ഒടിഞ്ഞെന്ന് പറഞ്ഞിടയ്ക്ക് പത്രത്തിലെ ഫോട്ടോ വരുന്ന ആളല്ലേ? പിന്നെ ആള് പോലീസിലാന്ന് അച്ഛൻ പറഞ്ഞേ. പോലീസ് സ്റ്റേഷനിലായിരിക്കും. അയ്യോ എനിക്ക് വയ്യ. നീ ഇപ്പോ ചായം പിടിച്ച് അവിടെ പോയി നിൽക്കണം. താ അങ്ങോട്ടും. ഇയാളൊരു പന്ത് കളി. അല്ല, പോലീസിൽ എന്തുവാണെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയല്ലേ? അതെ, പോലീസിലെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ അത്ര ക്യാപ്റ്റൻ. ഇതൊരു കഷ്ടം എൻ്റെ ദൈവമേ. അങ്ങനെ പേളി ചായ കുടിക്കണ്ട. അപ്പോൾ പന്തുകളി തന്നെയാണ് മുഖ്യം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫുട്ബോൾ ഫാനാണ്. പക്ഷെ എൻ്റെ മകൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അപ്പനോക്കെ. എനിക്ക് പോലീസുകാരെ തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ ഫുട്ബോൾ കളിക്കാർ എനിക്കിവരെ കണ്ണിനേറെ കണ്ടുകൂടാ. ചായ അല്ലേ കൊടുക്കണ്ടേ? പാലില്ല. ഭയങ്കരയാണല്ലടാ. അനക്ക് നാരങ്ങാളോ ജിലേബിയാണ് ഇഷ്ടമെന്നുള്ള അറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി.